ഓർമ്മിപ്പിക്കുവാനാണ് ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ലോകം ചൂള പോലെ കത്തുന്ന ഒരു ദിവസമുണ്ട്. ചൂള പോലെ കത്തുന്ന ഈ ദിവസത്തിൽ അതെപ്പോൾ സംഭവിക്കുമെന്ന് നമുക്കറിയുവാൻ കഴിയുന്നതല്ല. ഈ ലോകം നശിക്കും, തീക്കിരയായിത്തീരും, അന്തക്കവണ്ണമിടയായിത്തീരും. മണിസൗധങ്ങൾ, വില കൂടിയ കാറുകൾ എല്ലാം ഈ ലോകത്ത് നശിക്കുന്ന ഒരു സമയമുണ്ട്. ഓസോൺ പാളികൾ ബിന്ദുകീറി സുഷിരങ്ങൾ വീണ് ചൂടിന്റെ കാഠിന്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് നമുക്ക് ഓരോ വർഷക്കാലം കാണുവാൻ കഴിയുന്നത്. ചൂടിന്റെ കാഠിന്യ നിമിത്തം മനുഷ്യർക്ക് ഭൂമിയിൽ വസിക്കുവാൻ കഴിയാതെ ശീതീകരണത്തിലേക്ക് AC റൂമുകളും AC കാറുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 25 ഡിഗ്രി 30 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്ന നമ്മുടെ പ്രകൃതിയിലെ ചൂട്, സൂര്യതാപം ഇപ്പോൾ 38 ഡിഗ്രി 40 ഡിഗ്രി 41 ഡിഗ്രി 42 ഡിഗ്രി വരെയൊക്കെ കഴിഞ്ഞ വർഷം പല സ്ഥലങ്ങളിലും വെളിപ്പെട്ടു വരുവാൻ. എന്താണ് ഇതിന്റെയൊക്കെ കാരണം? ഓസോൺ പാളികൾക്ക് വിള്ളൽ സംഭവിച്ച അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു. അപകടകാരികളായ അൾട്രാ വയലറ്റ് രശ്മികൾ മനുഷ്യ ശരീരത്തിൽ പതിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിന് പൊള്ളലേറ്റ് മാരകരോഗങ്ങൾക്കും മരണം വരെ സംഭവിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹീലിയം കത്തി ജ്വലിക്കുന്ന ഒരു ഗോളമാണ് സൂര്യൻ. സൂര്യന്റെ താപനിലകൾ ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈബിളിൽ ഏതാണ് പറയുന്നത്? മലാക്കി 4:1 ചൂള പോലെ കത്തുന്ന ഒരു ദിവസമുണ്ട്. അന്ന് അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. ചൂള പോലെ ഒരു കത്തുന്ന ഒരു ദിവസം നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിപ്പോഴല്ല, അത് ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ബൈബിൾ പറയുന്നത് ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവുമാകുന്നു. ഈ രാജ്യം നശ്വരമാണ്. ഈ രാജ്യം ചൂള പോലെ കത്തുന്ന അനുഭവങ്ങളിൽ കത്തി വെന്തിരിക്കുവാൻ ഇടയാകും. എന്നാൽ ബൈബിൾ റോമാലേഖനത്തിൽ പറയുന്നു, ദൈവരാജ്യമുണ്ട്. ആ ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവുമാണ്. ഈ ലോകത്തിൽ ഭക്ഷണമുണ്ട്, പാനീയമുണ്ട്, ഇവയൊന്നുമില്ലാത്ത ഒരു രാജ്യമാണ് സ്വർഗരാജ്യം. ഭക്ഷണമല്ലാത്ത, പാനീയമല്ലാത്ത, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷമാകുന്ന രാജ്യത്തിലേക്ക്, നശ്വരമല്ലാത്ത രാജ്യത്തിലേക്ക്, ശാശ്വതമായ രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ ഈ ലോകത്ത് മനുഷ്യൻ സ്വർഗരാജ്യത്തിന്റെ പൗരത്വം എടുക്കണം. അപ്പോസ്തലനായ പൗലോസിന് റോമ പൗരത്വം, ഇസ്രായേലിന്റെ പൗരത്വം അഥവാ യഹൂദ പൗരത്വം ഉണ്ടായിരുന്ന ഇരട്ട പൗരത്വമുള്ള വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. മൂന്നാമതൊരു പൗരത്വം കൂടി അപ്പോസ്തലനായ പൗലോസിന് ലഭിക്കപ്പെട്ടു. റോമ പൗരത്വമുള്ള അപ്പോസ്തലനായ പൗലോസ് യഹൂദ പൗരത്വം അഥവാ ഇസ്രായേലിന്റെ പൗരത്വമുള്ള അപ്പോസ്തലനായ പൗലോസിന് സർവശക്തനായ ദൈവത്തിന്റെ കൃപാകടാക്ഷത്താൽ ഒരു പൗരത്വം സൗജന്യമായി ലഭിക്കപ്പെട്ടതാണ് സ്വർഗരാജ്യത്തിന്റെ പൗരത്വം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. പൗലോസിനെ വെളിപ്പാട് കിട്ടിയപ്പോൾ പൗലോസ് പറയുകയാണ്, നമ്മുടെ രാജ്യം, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അപ്പൊ ഈ ലോകത്തിലെ പൗരത്വം നശ്വരമാണ്. ബ്രിട്ടീഷ് പൗരത്വമോ അമേരിക്കൻ പൗരത്വമോ US അറബ് രാഷ്ട്രങ്ങളിലെ കുവൈറ്റോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ പൗരത്വമോ ഇന്ത്യൻ പൗരത്വമോ ഒക്കെ നശ്വരമാണ്. ഇത് താൽക്കാലികമാണ്. ഇതെല്ലാം അസ്തമിക്കും. മനുഷ്യന്റെ പ്രാണൻ അസ്തമിക്കുമ്പോൾ പൗരത്വം ഇവിടെ അവസാനിക്കുകയാണ്. ഇരട്ട പൗരത്വമുള്ള അപ്പോസ്തലനായ പൗലോസിന് ലഭിക്കപ്പെട്ടത്
യേശുക്രിസ്തുവിന്റെ മാർഗത്തിന് വിരോധമായി പുറപ്പെട്ട അപ്പോസ്തലനായ പൗലോസിന് ദമസ്കോസിന്റെ പരിവാദിക്കം വെച്ച ഒരു വെളിച്ചം അവനെ ചുറ്റുമില്ലുവാനിടയായി. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നുവെന്നുള്ള ചോദ്യം. നീ ആരാകുന്നു കർത്താവേ? നീ ഉപദ്രവിക്കുന്ന യേശുക്രിസ്തുവാകുന്നു. അവിടെ വെച്ച സ്വർഗീയ പൗരത്വത്തിന്റെ ഉടമയായി തീരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തീർത്തു. ഈ ലോകത്തിലെ പൗരത്വങ്ങളൊക്കെ നശ്വരമാണ്, താൽക്കാലികമാണ്. സ്വർഗീയ പൗരത്വം നശ്വരമല്ല, താൽക്കാലികമല്ല, അത് സ്ഥിരമാണ്. ആ സ്ഥിര പൗരത്വം ലഭിക്കപ്പെടണമെങ്കിൽ ഒറ്റയൊരു മാർഗമേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്പെടാൻ തക്കവണ്ണമിടയാകും. യെശയ്യാ പ്രവാചക പുസ്തകം 9-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്നിങ്ങനെ പേർ വിളിക്കപ്പെടും. ഈ ശബ്ദവരിയിലായിരിക്കുന്ന ദൈവത്തിന് തന്നെ സ്വർഗീയ പൗരത്വം ലഭിക്കപ്പെടണമെങ്കിൽ അത്ഭുതമന്ത്രിയായിരിക്കുന്ന, വീരനാം ദൈവമായിരിക്കുന്ന, രക്ഷകനായിരിക്കുന്ന, ഭാവിയിലെ തേടി ലോകത്തിലേക്ക് വന്ന സർവേശ്വരനായ ഒരു ദൈവമുണ്ടെന്നാണ് കർത്താവായ യേശുക്രിസ്തു. പാരമ്പരികമോ മറ്റു ചില അനുഭവങ്ങളൊന്നും സ്വർഗീയ പൗരത്വം നേടുവാൻ കഴിയുകയില്ല. സ്വർഗീയ പൗരത്വം ലഭിക്കപ്പെടണമെങ്കിൽ മനുഷ്യന്റെ പാപങ്ങളെ ഏറ്റുപറയുക, അത്ഭുതമന്ത്രിയും വീരനായും നിത്യപിതാവും സമാധാനത്തിന്റെ പ്രഭുവായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ സ്വർഗീയ പൗരത്വം ലഭിക്കപ്പെടൂ. ഈ രാജ്യത്ത് ലോകത്ത് 2, 3, 4 പൗരത്വമുണ്ടെങ്കിലും ആ പൗരത്വമെല്ലാം നശ്വരമാണ്. നശ്വരമല്ലാത്ത ഒരു പൗരത്വമുണ്ട്, സ്വർഗീയ പൗരത്വം. ആ പൗരത്വം ലഭിക്കപ്പെട്ടവർക്ക് മാത്രമേ ഈ ലോകത്തിൽ നിന്ന് മരണശേഷം സ്വർഗരാജ്യത്തിലേക്കൊരു പ്രവേശനം ലഭിക്കപ്പെടുകയുള്ളൂ. മനുഷ്യൻ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരിയും. മണ്ണിലേക്ക് തിരിയുന്ന മനുഷ്യർക്ക് ആത്മാവ് മരിക്കുന്നില്ല. ആ ആത്മാവിന് ഒരു പരദീസ ഒരുക്കിയിരിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവമില്ല. മരണശേഷം ഒരു രാജ്യമൊരുക്കിയിരിക്കുന്നു. ഭക്ഷണമല്ലാത്ത, പാനീയമല്ലാത്ത, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷമായിരിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് ഒരു അനുഭവം ദൈവമക്കൾക്ക് ഒരുക്കിയിരിക്കുകയാണ്. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് അനിത്യമാ വീട് വാനാലോകത്തില് വിശ്വാസനാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. വിശ്വാസനാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരം